ക്രിസ്തു മതത്തിന് സംസ്കാരത്തിന്റെ മൂല്യവത്താക്കുക എന്നതാണ് ധർമ്മം. അല്ലാതെ അവിടുത്തെ സംസ്കാരത്തെ ഇല്ലാതാക്കല് നമ്മുടെ ധർമ്മം. ഈ സമുദായത്തെ നയിക്കേണ്ടതായ വൈദികരാണ്, അൽമാരാണ്. മാന്യ പ്രേക്ഷകർക്ക് ജേനീസ് മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു സമുദായവും സഭയും തമ്മിലുള്ള ആ ബന്ധം എങ്ങനെയാണ് സഭയിലും നമ്മുടെ നാട്ടിലും ഉണ്ടായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ് സമുദായം എങ്ങനെയാണ് രാഷ്ട്രീയമായി രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ എപ്പിസോഡില് നമ്മൾ ചർച്ച ചെയ്തത് കത്തോലിക്ക കോൺഗ്രസിനെ നിർവചിച്ചു, സമുദായം എന്താണെന്ന് വിശദമായി വ്യാഖ്യാനിച്ചു. കൂടാതെ ഈ സമുദായം എങ്ങനെയാണ് സീറോ മലബാർ സഭയെ നിർമ്മിച്ചെടുക്കുന്നതിൽ അന്നും ഇന്നും പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം, സമുദായത്തില് മുന്നിൽ നിൽക്കുന്നത് അൽമായരാണെങ്കിലും സമുദായത്തെ മൂല്യബോധം കൊണ്ട് സമ്പന്നമാക്കേണ്ടതും ആക്കുന്നതും വൈദികരാണ്. അടുത്ത കാലത്ത് കലറങ്ങാട്ട് പിതാവ് അതുകൊണ്ടാണ് പറഞ്ഞത്, കത്തോലിക്ക സമുദായ സംഘടനകൾ ഹൈറാർക്കിയുമായിട്ട് ബന്ധപ്പെടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ സഭാ സമൂഹം പ്രോത്സാഹിപ്പിക്കരുത് എന്ന പ്രസ്താവന ഞാൻ ഇപ്പോൾ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഡയസ് ചോദിച്ച ചോദ്യം ഇതാണ്, ഈ കത്തോലിക്ക സീറോ മലബാർ സമുദായം എങ്ങനെയാണ് രാഷ്ട്രത്തെ നിർമ്മിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ളതെന്നാണ്. തീർച്ചയായിട്ടും സഭേന കണ്ടു രാഷ്ട്രത്തെ എങ്ങനെയാണ് നിർമ്മിക്കുന്നതിൽ പങ്കുവഹിച്ചത്. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള സമുദായത്തിന്റെ റോൾ എന്താണ്? അപ്പൊ ഇത് മറ്റു സമുദായങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. എന്താണ് ക്രൈസ്തവരുടെ സാന്നിധ്യം ഇവിടെ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവരെ കളിയാക്കിയിട്ടാണ് ചോദിക്കുക, കുരിശ് കൃഷിക്കാർക്ക് ഈ കേരളത്തിലെ കണ്ണായ സ്ഥലത്തൊക്കെ എങ്ങനെ ഭൂമി കിട്ടിയെന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ചോദ്യം. സംശയമാണ്. അപ്പൊ അവര് കളിയാക്കിയുള്ള പറയുന്നത് കുരിശ് കൃഷിക്കാരെന്ന്. ഇപ്പൊ തൃശ്ശൂർ പട്ടണത്തില് നിങ്ങൾ നോക്കിയാല് തൃശ്ശൂർ പട്ടണത്തിന്റെ 4 അതിർത്തിയില് 3 അതിർത്തിയും കത്തോലിക്കരാണ്. പൂങ്കുന്നം ഭാഗത്തേക്ക് മാത്രം നോക്കി കഴിഞ്ഞാല് അവിടെ ഹിന്ദുക്കളാണ്. ബാക്കി എല്ലാ സ്ഥലത്തും എങ്ങനെയാണ് ഈ ക്രിസ്ത്യാനികൾ വന്നു പെട്ടതെന്നാണ് ആൾക്കാർക്ക് അറിയേണ്ടത്. ഇത് ചിലർ പറയുന്നത് ഇത് ബ്രിട്ടീഷുകാരുടെ ഉള്ളപ്പോ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഒരു കളിയില് ബ്രിട്ടീഷുകാരുടെ കാര്യം നോക്കിയിട്ട് ഉണ്ടാക്കിയതാണെന്നാണ് വേറെ ചിലർ പറയുന്നത്. ഇത് നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, കേരളത്തിലെ അപ്പർ കാസ്റ്റിനും രാജാക്കന്മാർക്കും ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു സീറോ മലബാർ ക്രൈസ്തവർ. അതിന് 2 കാരണമുണ്ട്. ഈ ഗുരുവായൂർ ക്ഷേത്രത്തില് വെളിച്ചെണ്ണ വേണം. ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് ചിറ്റാട്ടുകരയാണ്. അപ്പൊ അവർക്ക് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഈ ജോലി ചെയ്യുന്നത് മുഴുവൻ അയിത്തജാതിക്കാരാണ്. അപ്പൊ അവരുടെ കൈകൊണ്ടുണ്ടാക്കിയ വെളിച്ചെണ്ണ എങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുക? അവിടെയാണ് നസ്രാണി തൊട്ടാൽ അത് ശുദ്ധമാകും എന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് കേരളത്തിൽ. അപ്പൊ നസ്രാണി കച്ചവടക്കാർ അവര് അതിനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ സാധനം ശുദ്ധമായി അത് നമുക്ക് ക്ഷേത്രത്തിലേക്ക് ഉപയോഗിക്കാം. പ്രതീക്ഷിതമായിട്ട് കടന്നു വന്നൊരു ആചാരമാണ്. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് കേരളത്തിലെ രാജാക്കന്മാരുടെ കണ്ണിലുണ്ടികളാണ് ഈ സീറോ മലബാർ ക്രൈസ്തവര്. നായർ പടയാളികളോടൊപ്പം തന്നെ പല സ്ഥലത്തും ക്രൈസ്തവ പടയാളികൾ ഉണ്ടായിരുന്നു. അതാണ് ചരിത്രം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഞാൻ അയ്യപ്പന്റെ ഒരു കവിത വായിക്കുകയുണ്ടായി. ഈ ചരിത്രകാരന്മാർ ചിലർക്ക് വിക്കുണ്ടത്രേ. അപ്പൊ വിക്കുള്ള ചരിത്രകാരന്മാർ എന്ത് ചെയ്യും? പല കാര്യങ്ങളും വീഴുന്നു. ചരിത്രത്തിലെ പല കാര്യങ്ങളും അത് വിഴിഞ്ഞു പോവാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ശക്തൻ തമ്പുരാൻ ടിപ്പ് ആ കാലഘട്ടത്തിലേക്ക് വരാം. പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്നതിനേക്കാൾ നമുക്ക് കുറച്ചും കൂടി അടുത്തുള്ളത്. ശക്തൻ തമ്പുരാൻ ഇവിടെ ഭരിക്കുന്ന സമയത്താണ് ടിപ്പു സുൽത്താന്റെ ആക്രമണം ഉണ്ടാവുന്നത്. അപ്പൊ ടിപ്പു സുൽത്താന്റെ ആക്രമണം ഉണ്ടാവുന്ന സമയത്ത് ഇവിടെയുള്ള
അപ്പർ കാസ്റ്റിൽ പലരും ടിപ്പു സുൽത്താനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടിപ്പു സുൽത്താന്റെ കയ്യിൽ നിന്ന് ശക്തൻ തമ്പുരാന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ആരും സഹായിക്കാനില്ല. അപ്പോഴാണ് നിങ്ങൾ ഇപ്പോഴും അരനാട്ടുകര ചെന്ന് നോക്കിയാല്, ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞില്ല അരനാട്ടുകര അങ്ങാടിയാണ് ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന്. അവിടെ തരകന്റെ വീട്ടുകാർ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. ആ വീടിന്റെ അകത്തേക്ക് പോയ നിങ്ങൾ ചരിത്രം നശിപ്പിക്കാൻ അതൊന്നും തല്ലിപ്പൊളിച്ച് നശിപ്പിച്ച് കളയരുത് കേട്ട. അതിനകത്ത് ഏത് ഭരണിയിലാണ് ശക്തൻ തമ്പുരാൻ ഒളിച്ചു കിടത്തിയെന്നുള്ള ഭരണി, ശക്തൻ തമ്പുരാൻ കൊടുത്ത രേഖകള്, ആ ഭൂമിനെ സംബന്ധിച്ച ധാരണകള് ഒക്കെ അതിനകത്തുണ്ട്. ആ വീടിനകത്തുണ്ട്. ഒരു പാവം ചേച്ചി അവിടെ ജീവിക്കുന്ന ഓർമ്മകളായിട്ട് അവിടെ ഉണ്ട്. ചരിത്രകാരന്മാര് വിഴുങ്ങല്ലേ, വിൽക്കനാണ് ചരിത്രം എഴുതിയത്. അതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രധാന പ്രശ്നം. അപ്പോ ഈ ഒരു രക്ഷപ്പെട്ടതോട് കൂടിയിട്ട് കുമ്പളങ്ങ വഞ്ചിയിൽ ഒളിച്ചിരുന്നിട്ട് കടന്നുപോയത്. തിരിച്ചു വന്നപ്പോ ശക്തൻ തമ്പുരാൻ എന്ത് ചെയ്തു? ശക്തൻ തമ്പുരാന് മനസ്സിലായി ശക്തൻ തമ്പുരാന് പൈസ കിട്ടുന്നത് എവിടുന്ന? നികുതി എന്നാണ്. അപ്പൊ ഭൂമി മുഴുവൻ ഇരിക്കുന്നത് നമ്പൂതിരിമാരുടെ ദേവസ്വത്തിന്റെ കയ്യിലാണ്. അപ്പൊ ദേവസ്വം എന്ന് വെച്ചാല് ഒറിജിനലി രാജാവിന്റെയാണ് ഭൂമി. പഴയ കാലത്ത് രാജ പ്രത്യക്ഷ ദൈവത, രാജ ഭൂപതി. പക്ഷെ അപ്പൊ രാജാവിന്റെയാണ് ഭൂമി, കൈകാര്യം ചെയ്യുന്നത് ദേവസ്വം ബ്രഹ്മസ്വം. ശരിക്കും ഇന്നത്തെ വില്ലേജ് ഓഫീസ് പോലെയാണ് അവര് പ്രവർത്തിച്ചിരുന്നത് ക്ഷേത്രങ്ങളില്. അപ്പൊ ആ നികുതി അവര് രാജാവിനെ എത്തിക്കാണ്ട് ഇരുന്നാല് രാജാവിന് ഇങ്ങനെ ദൈനംദിന ചെലവുകൾ നടക്കുക. അപ്പൊ ഈ ഒരു ടെൻഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. രാജാവിന് യുദ്ധം ചെയ്യണമെങ്കിൽ പട്ടാളക്കാർ വേണം, പട്ടാളക്കാർ വേണമെങ്കിൽ പൈസ കൊടുക്കണം. കാരണം അവരുടെ കുടുംബത്തെ പോയി തീറ്റി പറ്റണ്ടേ. ചില ആൾക്കാർ പറയാനുണ്ട് ഈ ഇന്ത്യൻ ആർമിയിലെ ആൾക്കാർക്ക് എന്തിനാ പൈസ കൊടുക്കണത്? ഈ അവരുള്ളത് കാരനാണ് നമ്മളെ പാകിസ്ഥാനും മറ്റവരൊന്നും ആക്രമിക്കാതിരിക്കുന്നത്. അപ്പൊ അവരവിടെ നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്, സുരക്ഷയാണ്. നമ്മൾ സമാധാനമായിട്ട് ജീവിക്കുകയാണ്. അപ്പൊ ശക്തൻ തമ്പുരാൻ ഈ പൈസ കിട്ടുന്നില്ല. അപ്പൊ ഒരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുമ്പോഴാണ് ക്രിസ്ത്യാനികൾ ശക്തൻ തമ്പുരാനെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ കച്ചവടം മുഴുവൻ ഏനാമാവ്, പാവർട്ടി, കൊട്ടേകാട്, മുക്കാട്ടുകര, കണ്ടശാങ്കടവ്, കാട്ടൂര്, അവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരെ അദ്ദേഹം വിളിച്ചു കൊണ്ടുവന്ന് 54 ക്രിസ്ത്യൻ ഫാമിലീസിനെ ഇവിടെ പുത്തമ്പള്ളിയുടെ ചുറ്റുള്ള അങ്ങാടിനെ വിളിക്കുന്ന പേരാണ് തോട്ടാൻപേട്ട, അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയാണ്. അത് ചരിത്രത്തിലുണ്ട്. കൊണ്ടുവന്ന് താമസിക്കും. ഈ പ്രക്രിയയാണ് കേരളത്തിലെ എല്ലാ രാജാക്കന്മാരും ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ ബ്രിട്ടീഷുകാർക്ക് ഒരു റോളില്ലാന്ന്. അപ്പൊ കച്ചവടത്തില് കൃത്യമായിട്ട് ടാക്സ് കൊടുക്കുന്ന ആൾക്കാരാണ് ക്രിസ്ത്യാനികള്. കൃത്യമായിട്ട് രാജാവിന് പൈസ എത്തും. അതാണ് രാജാക്കന്മാർക്ക് കാരണം. ആരാണ് രാജ്യദ്രോഹി, ആരാണ് രാജ്യസ്നേഹി? ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ നോക്കേണ്ടത് ടാക്സ് കൊടുക്കുന്നവൻ രാജ്യസ്നേഹി, ടാക്സ് കൊടുക്കാത്തവൻ രാജ്യദ്രോഹി എന്നാണ്. അതാണ് എൻ്റെ നിർവചനം. കാരണം രാഷ്ട്രത്തെ ബിൽഡപ്പ് ചെയ്യുന്നതില് പങ്കുവഹിക്കേണ്ട ആളാണ് ഞാൻ. അതിനാരാ കാശ് കൊടുക്കേണ്ടത്? ഞാനാണ്. ഞാൻ പൈസ കൊടുക്കുമ്പോഴാണ് അതെന്റെ കടമയാണ്. നമുക്ക് രാഷ്ട്രത്തിൽ നിന്ന് കിട്ടുന്ന സേവനം നമ്മുടെ അവകാശമാണ്. കടമ കൂടാതെയുള്ള അവകാശം താന്തോന്നിത്തമാണ്. അപ്പോ ശക്തൻ തമ്പുരാന് ക്രിസ്ത്യാനികളെ ഈ നമ്പൂതിരിമാരുടെ ഭൂമിയിൽ നിന്നുള്ള ടാക്സ് വരുന്നില്ല, ഇവിടെ നിന്നുള്ള ടാക്സ് വരികയാണ്. അപ്പൊ അകമഴിഞ്ഞ് സഹായിക്കും. ശരിക്കും ശക്തമ്പുരാൻ ഒരു വലിയൊരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് ചെയ്തത്. അതായത് അന്ന് കാലഘട്ടത്തില് ടാക്സ് കിട്ടാനായിട്ടും അതുപോലെ ആ രാജ്യം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരാവശ്യമായിരുന്നു. അതിന് സൗജന്യമായിട്ടോ അല്ലെങ്കിൽ വേറൊരു കൊടുത്ത കാര്യങ്ങളൊന്നല്ല. അല്ലല്ല, ഇത് ഒരു മ്യൂച്വലാണെന്ന്. അപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് പുത്തമ്പള്ളിക്ക് സ്ഥലം കൊടുത്തത് ഒരു ഔദാര്യമാണ്. പുത്തമ്പള്ളിക്ക് സ്ഥലം കൊടുത്തത് ഔദാര്യമല്ല, ഇത് കടമ, അവകാശം. അങ്ങനെയാണ് ഇതിനെ ബന്ധിപ്പിക്കേണ്ടത്. ഞാൻ മൂർക്കോത്ത് അതന്നെ ഇപ്പൊ മൂർക്കോത്ത് കുഞ്ഞപ്പ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പാഠം എന്റെ ചേട്ടൻ പഠിച്ചിരുന്നു. ചേട്ടൻ വായിക്കുന്നത് കേട്ടിട്ട് ഏകലവ്യനെ പോലെ ഞാൻ ആ വാചകം പഠിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: കടമ കൂടാതെയുള്ള അവകാശം താന്തോന്നിത്തമാണ്.
അവകാശമില്ലാത്ത കടമ അടിമത്തമാണ്. അപ്പോ ഈ മ്യൂച്വാലിറ്റി ശക്തൻ തമ്പുരാൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ക്രിസ്ത്യൻ രാജാവ് എന്നാണ് വിളിച്ചിരുന്നത്. ഇവിടെയുള്ള ഒരു കളിയൊക്കെ ഉണ്ട്. അപ്പൊ ഈ കണ്ണായ സ്ഥലമൊന്നും ദയവ് ചെയ്ത് ബ്രിട്ടീഷുകാർ തന്നതല്ല. കണ്ണായ സ്ഥലം മുഴുവൻ ഉണ്ടായത് ഈ ഒരു മ്യൂച്വാലിറ്റിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണ്. മാത്രമല്ല, ഈ ടിപ്പു ഇങ്ങനെ ആക്രമിച്ച് ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് കടന്നു വരാനുള്ള കാരണമുണ്ടായത് ഇവിടുത്തെ രാജാക്കന്മാര് ഇങ്ങനെ വാടോ വാടോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചതല്ല. ടിപ്പു ആക്രമിച്ച് കീഴ്പ്പെടുത്തി വരികയാണ്. കൊച്ചിനെ കീഴ്പ്പെടുത്തി തിരുവിതാംകൂറിലേക്ക് കടക്കണ്. തിരുവിതാംകൂറിലെ രാജാ കേശവദാസിന്റെ നേതൃത്വത്തിലുള്ള പട്ടാളം ബ്ലോക്ക് ചെയ്തു. നിർദാക്ഷിണ്യം ടിപ്പുവിനെ തോൽപ്പിച്ചു. അതിന് കാരണമുണ്ട്. ഈ ടിപ്പു ഒറ്റയ്ക്കൊന്നല്ല യുദ്ധം ചെയ്യണേ. ടിപ്പുവിന്റെ പിന്നില് ഫ്രഞ്ചുകാരുണ്ട്, മറ്റു രാജ്യക്കാരുണ്ട്, വിദേശ രാജ്യമുണ്ട്. അപ്പൊ ഫ്രഞ്ചുകാരാണ് ടിപ്പുവിന്റെ കാനൺ പീരങ്കികൾ കൊണ്ടുപോണത്. ഇപ്പുറത്ത് ഡച്ച് പട്ടാളക്കാരനായ ഡിലനോയ്, അവര് തിരുവിതാംകൂർ രാജ്യത്തിന്റെ പട്ടാളത്തിന് ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ മുമ്പില് തിരുവിതാംകൂറും ടിപ്പുവുമാണ്, പിന്നില് ഫ്രാൻസും ഡച്ചുകാരാണ്. വിദേശ സഹായത്തോട് കൂടിയിട്ടാണ് ടിപ്പു പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ സഹായത്തോടു കൂടിയാണ് ഏറ്റുമുട്ടിയത്. അപ്പൊ ഇത് ഇവിടെയുള്ള ശക്തൻ തമ്പുരാന് ഭീതി വളർത്തി നാട്ടുരാജാക്കന്മാര്. അവര് ഞാൻ പറയുകയാണെങ്കിൽ അവര് വളരെ നീതിപൂർവമായിട്ട് ഭരിച്ചിരുന്ന ആൾക്കാരാണ്. അങ്ങനെ വന്നപ്പോ ബ്രിട്ടീഷുകാരായിട്ട് കരാർ വയ്ക്കുകയാണ്. ഇവിടുത്തെ ഡിഫൻസും ഇന്റേണൽ പീസും, അതായത് ആഭ്യന്തര സുരക്ഷിതത്വം വിദേശ സുരക്ഷിതത്വം ഞങ്ങൾ സംരക്ഷിക്കും. അതിന് നിങ്ങൾ 1,00,000 പവൻ ഞങ്ങൾക്ക് കൂലിയായിട്ട് തരണം. കാരണം അവരുടെ പട്ടാളക്കാര് അവരുടെ പോലീസുകാർക്കൊക്കെ ഇത് കൊടുക്കണ്ട. പിന്നെ അവർക്ക് ലാഭം ഉണ്ടാവും. അവര് കച്ചവടത്തിന് വന്ന ആൾക്കാരെ. അതിന് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത് എന്റെ അപ്പനൊന്നല്ല, എനിക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. ഇതാണ് ആ സാഹചര്യം. അത് തന്നെ തിരുവിതാംകൂറിലും സംഭവിച്ചു, ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ മൈസൂര്, കൊച്ചി, തിരുവിതാംകൂർ ഇത് നേരിട്ട് ഭരിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ പ്രദേശങ്ങളാണ്. ആര്? രാജാക്കന്മാര്. അപ്പൊ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ ഒരു റെസിഡന്റ്, ഒരു സായിപ്പ് രാജകൊട്ടാരത്തിലുണ്ടാവും. ആ സായിപ്പുമാരിൽ പെട്ട ആളാണ് മെക്കോളെ, മൺറോ എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോ ഇന്ത്യക്ക് തനതായ സംസ്കാരമുണ്ട്, തനതായ രീതികളുണ്ട്. അവർക്ക് അവരുടെ സംസ്കാരമുണ്ട്. ബ്രിട്ടീഷുകാർ അവിടെയാണ്. അപ്പൊ അവര് ഞാൻ പഠിച്ചു നോക്കിയപ്പോ അവര് അവിടുത്തെ സംസ്കാരം ഇവിടേക്ക് കൊണ്ടുവരാനല്ല നോക്കിയത്. ചില മൂല്യങ്ങൾ മാത്രമേ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ആ മൂല്യങ്ങൾ എന്താണ്? അത് ഒറിജിനലി ഇന്ത്യയുടെ പാരമ്പര്യത്തിലുള്ളതാണ്. പക്ഷെ ഇന്ത്യയിലെ ആളുകൾ അതിനെ വികസിപ്പിച്ചെടുക്കാൻ മറന്നുപോയതാണ്. അങ്ങനെ ഞാൻ പറയാം. ചിലത് ബ്രിട്ടീഷുകാരേക്കാൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാരേക്കാൾ നല്ല മൂല്യങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ അതിനെ വികസിപ്പിക്കാനായിട്ട് ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെയുള്ളവർക്ക് പറ്റിയില്ല, തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം ഈ മുഗളന്മാരുടെ ഭരണം ഇന്ത്യൻ സംസ്കാരത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അതിലേക്ക് പിന്നീട് നമുക്ക് സംസാരിക്കാം. അപ്പൊ ഇവിടെ ഈ സായിപ്പുമാര് എന്ത് ചെയ്തെന്ന് വെച്ചാല്, അന്ന് റാണി ഗൗരി, ലക്ഷ്മി ബായി എന്ന് പറയുന്ന ഇവിടുത്തെ റാണിമാരെ ഇവര് സ്വാധീനിച്ചു. എന്നിട്ട് അവര് പറഞ്ഞു, ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാതെ നമുക്ക് പുരോഗതി ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റിയവരോടൊക്കെ തുടങ്ങണം, ഗവൺമെന്റും തുടങ്ങണം. എന്നിട്ട് പഠിപ്പിക്കുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ സർക്കാർ സബ്സിഡി കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാല്, കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അതുകൊണ്ട് നേട്ടം ഉണ്ടാവുന്നത് അധ്യാപകനല്ല, അതുകൊണ്ട് നേട്ടം ഉണ്ടാവുന്ന ബെനിഫിഷ്യറി എന്ന് പറയുന്ന സമൂഹമാണ്, തീർച്ചയായിട്ടും അവിടുത്തെ കമ്പനികളാണ്. അപ്പൊ അവരുടെ ടാക്സ് നിന്ന് ഒരു ഓഹരി ഇവരെ പഠിപ്പിക്കാൻ തുടങ്ങും. അത് തയ്യാറായപ്പോഴാണ് CMS കോളേജ് ആരംഭിക്കണത്. തിരുവിതാംകൂർ സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണത്.
ചിലര് പറയുന്നത് അതിന് ഔദാര്യം കിട്ടണം. ഞാനിപ്പോഴും പറയുന്നത് അത് ആവശ്യമാണെന്ന്. ശരിക്കും അപ്പൊ ആ വിദ്യാഭ്യാസ നയം അന്ന് കൊണ്ടുവന്നത് കൊണ്ട് ഒരു മൂല്യബോധമുള്ള അല്ലെങ്കിൽ അറിവുള്ള ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പൊ നമ്മള് തെറ്റി പറയരുത്, ബ്രിട്ടീഷുകാരാണ് മൂല്യബോധം തന്നെന്ന് പറയരുത്. സാഹചര്യം ഒരുക്കി തന്നു. ഇവിടെ മൂല്യബോധം ഉണ്ടെങ്കിൽ ആ മൂല്യബോധം വളർത്താനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നു, സംവിധാനം ഉണ്ടാക്കി. അതാണ് അവരുടെ കോൺട്രിബ്യൂഷൻ. ചിലര് തെറ്റി പറയാ അവരാണ് മൂല്യബോധം നമുക്ക് തന്നത്. നമ്മൾ ഈ മൂല്യബോധമൊക്കെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്, വിത്തില് കിടക്കുന്ന പോലെ. അത് കൊണ്ടുവന്നു. പിന്നെ എന്ത് ചെയ്തു? തുല്യ നിയമം കൊണ്ടുവന്നു. അതായത് കീഴ്ജാതിയിലും മേൽജാതിയിലും തുല്യ നിയമം കൊണ്ടുവന്നു. ആ ജുഡീഷ്യറിയാണത്. അടുത്ത സ്റ്റെപ്പിൽ അവർ ചെയ്തത് അടിമത്തം നിർത്തലാക്കി. അടിമത്തം നിർത്തലാക്കിയപ്പോ കണക്കുകൾ പറയുന്നത് 1,36,000 അടിമകൾ മോചിതരായി എന്നാണ്. ഒറ്റ പ്രഖ്യാപനത്തിൽ. അതില് സീറോ മലബാർ സഭയിലെ അംഗങ്ങൾക്ക് എതിർപ്പുണ്ട്. കാരണം അവർക്ക് അടിമകളുണ്ട്, രാജാവിന് അടിമകളുണ്ട്. ഈ അടിമ കച്ചവടത്തിൽ നിന്നാണ് നികുതി കിട്ടിയിരുന്നത്. ഞാൻ സീറോ മലബാർ സഭയിലെ ആൾക്കാരെ വിശുദ്ധന്മാരെ ഒക്കെ അല്ലേ ചെയ്യണത്. അന്നത്തെ വ്യവസ്ഥിതിനെ പരിഷ്കരിച്ചിട്ട് കുറച്ച് നഷ്ടം വരും. വേറൊരു കാര്യം അവര് ചെയ്തത് ഭൂപരിഷ്കരണമാണ്. നമ്മൾ കേട്ടിട്ടുള്ളത് ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റാണ് ഭൂപരിഷ്കരണം കൊണ്ടുവന്നതെന്നാണ്. ചരിത്രങ്ങൾ അങ്ങനെയാണല്ലോ അധികം കാണുന്നത്. ആ പച്ചക്കള്ളാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ 1967 കേരളത്തിലെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ ഉണ്ട്. അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലാൻഡ് റിഫോംസ് ഇൻ കേരള എന്ന് പറയുന്ന ഒരു 460 പേജുള്ള ഒരു ബുക്കുണ്ട്. അത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡാറ്റ മുഴുവൻ കിട്ടും. നമ്മുടെ ഈ ഭൂപരിഷ്കരണം എങ്ങനെയാണ് അല്ല, ആ നടപ്പിലാക്കണത് എങ്ങനെയാണ്? ജന്മിമാരാണ് ഭൂമിയുടെ ഉടമസ്ഥർ. ആ ജന്മിമാരുടെ ഭൂമി നമ്മൾ കുടിയാനായിട്ട് വർക്ക് ചെയ്യും. ജന്മിമാർക്ക് എന്ത് വേണമെങ്കിൽ നമ്മളെ എഡിറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം ഒരു നിയമം കൊണ്ടുവരികയാണ്, കുടിശ്ശിക തീർത്താൽ ഒഴിവാക്കാൻ പാടില്ല. ഒന്നാമത്തെ നിയമം. പിന്നെ നിയമം കൊണ്ടുവരികയാണ്, ഈ കുടിയാൻ അവിടെ എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻ കൊടുത്തിട്ട് വേണം അവനെ അവിടെ നിന്ന് പുറത്താക്കാൻ. ബൈൻഡിങ് ആയി എന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേര് ദേഹണ്ണക്കൂലി എന്നാണ്. ദേഹം കൊണ്ട് അധ്വാനിച്ച് അതിന് കൂലി കൊടുക്കണം പറ്റില്ല എന്ന് പറഞ്ഞാല് ഞാൻ പറയണത്, ഒരാള് കുടിയാൻ നെല്ല് നട്ടാൽ, വാഴ നട്ടാൽ അവനൊരു 6 മാസം കൊണ്ട് അതിന്റെ ഫലം എടുക്കാം. പക്ഷെ അവൻ തെങ്ങ് നട്ടാല വർഷങ്ങളോളം പിടിക്കും. അപ്പൊ ഒരു 6 വർഷം ഒരുത്തൻ ഒരു ഭൂമിയിൽ കൃഷി ചെയ്യും. അവൻ തെങ്ങൊക്കെ നട്ടും ഫലം വരാടാവുമ്പോ പറയുന്നത് ഇപ്പൊ കൊള്ളാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 60 കൊല്ലത്തേക്ക് ജന്മിക്ക് സുഖമായിട്ട് ജീവിക്കാം. അത് അപ്പൊ ഇങ്ങനെ ഒരു ദേഹണ്ണക്കൂലി ഏർപ്പെടുത്തുന്ന സംവിധാനം വരുമ്പോഴാണ് കൃഷി വികസിക്കുള്ളൂന്ന്. റിട്ടേൺസ് അവന് കിട്ടും. കുറച്ച് കഴിഞ്ഞപ്പോ എന്തുണ്ടായെന്ന് വെച്ചാല് 1865 പട്ടം വിളംബരം എന്ന് പറഞ്ഞിട്ടൊരു വന്നു. അതിലാണ് ഓണർഷിപ്പ് ടൈറ്റില് കൊടുക്കാൻ വരുന്നത്. അപ്പൊ ഈ ഓണർഷിപ്പ് ടൈറ്റിൽ കിട്ടിയതോടുകൂടി ഇപ്പൊ കുട്ടനാട്ടിൽ എങ്ങനെ വികസന പ്രവർത്തനം ഉണ്ടായി? കുട്ടനാട്ടിനെ കായൽ നിലം എന്നാ വിളിക്കുന്നത്. കായൽ നിലം എന്ന് വെച്ചാൽ സമുദ്രനിരപ്പിന് താഴെയുള്ള നിലം. അത് തൃശ്ശൂര് വിളിച്ച കോൾനിലം എന്നാണ്. ഒരുപാട് സ്ഥലത്തുണ്ടല്ലോ കോൾനിലം. ആ കോൾനിലം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം കായൽ നിരപ്പിന് കായൽ ഭൂമിയാണ്. പക്ഷെ കുട്ടനാട്ടുകാരെ അതിനെ കായൽ എന്ന് വിളിക്കുന്നു, നമ്മളതിനെ കോളെന്ന് വിളിക്കുന്നു. വ്യത്യാസമുള്ളത്. അപ്പൊ ഈ കായൽ നിലം കൃഷിഭൂമിയാക്കി മാറ്റണമെങ്കിൽ അതിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം, റിട്ടേൺ വരും. അപ്പൊ അതിന് പൈസ ഇൻവെസ്റ്റ്മെന്റ് വേണം. ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എടുക്കാനായിട്ട് അന്ന് സീറോ മലബാറും മാർത്തോമ ക്രിസ്ത്യാനികൾ, അതിൽ ഓർത്തഡോക്സുകാരുണ്ട്, യാക്കോബായക്കാരുണ്ട്, മാർത്തോമ ക്രിസ്ത്യാനികളുണ്ട്, അതിൽ നായന്മാരുണ്ട്. മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചത് 75% ആൾക്കാരും ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ടാണ് കുട്ടനാട്ടിലെ ഭൂമി മുഴുവൻ അവരുടെ കയ്യിലായിട്ട് നിൽക്കുന്നത്. അത് തല്ലിപ്പൊളി ഭൂമിയായിരുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി രാജാവ്. കാരണം രാജാവിനറിയാം കൃഷി വികസിച്ചാൽ
മാത്രല്ല ആ കൃഷി വികസിച്ച രാജ്യത്തിന് നേട്ടമുണ്ടെന്ന് അറിയാവുന്ന രാജാക്കന്മാരാണ്. ഇന്നത്തെ ആളുകൾക്ക് പാർട്ടി വലുതാക്കണം, അവനെ പോക്കറ്റ് വലുതാക്കണം, അത് രണ്ട് വലുതാവുന്നുണ്ട്. അപ്പൊ അന്ന് അവര് കൃഷി വികസിപ്പിച്ചു, അതിന്റെ നേട്ടം രാജ്യത്തിനുണ്ട്. അതാണ് അവരുടെ ദീർഘവീക്ഷണം. ഇന്ന് കൃഷി നശിച്ചത് കൊണ്ടാണ് കേരളം നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്ന ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ സ്വീകരിച്ചോട്ടെ, അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഇത് ഏതോ രണ്ട് ഇന്നത്തെ ജനങ്ങള് പറയുന്നതാണ് കൃഷിയിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമ്പന്നമായിട്ടുള്ള ആളുകൾക്ക് നേരെ പോകാൻ വേണ്ടിയിട്ടാണ് കൃഷിയിലേക്ക് പറ്റുള്ളൂ എന്നുണ്ട്. കാരണം അല്ല ലാഭകരമല്ലെന്നാണ് പറയുന്നത്. അല്ല, അതിന്റെ കാരണം ഇപ്പൊ ഈ നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള, പിന്നെ ഞാൻ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ആളുകളുണ്ട്. അവര് പറയുന്നത് സ്വാതന്ത്ര്യം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ രാജ്യം തന്നെ വികസിക്കില്ല എന്നുള്ളത്. ദൈവാനുഗ്രഹത്താൽ ആ വിഷയമാണ് എന്റെ PhD തീസിസ്. എനിക്ക് ആ ആശയം കിട്ടിയത് മിൽട്ടൺ ഫ്രീഡ്മാനിൽ നിന്നാണ്, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. ആദിവാസികളുടെ എന്തുകൊണ്ട് അവസ്ഥിക്കുന്ന അവസ്ഥ അവർക്ക് ഫ്രീഡം അല്ലേ, അതുകൊണ്ടാണ്. അത് പിന്നെ ചർച്ച ചെയ്യണം. അപ്പൊ ഇവിടെ കുട്ടനാട്ടിലും ഈ കോൾപ്പാടങ്ങളിലും അതുപോലെ മലയോര പ്രദേശങ്ങളിലും പ്രവർത്തിച്ചു തുടങ്ങി. ആ ഭൂമി പ്രൈവറ്റ് പ്രോപ്പർട്ടി, അവരുടെ ഭൂമി ആരും ഇറക്കി ചെയ്യാം. അതിന് ജന്മാവകാശം എന്ന് പറയുന്നത്. അപ്പൊ കൃഷിന്ന് എന്തുണ്ടായി? ലാഭം ഉണ്ടാവുന്നത്. കൃഷിന്ന് ലാഭം ഉണ്ടാവാൻ മാത്രല്ല, ഈ അടിമത്തം നിരോധിച്ചത് കൊണ്ട് കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യാനായിട്ട് കുറെ തൊഴിലാളികളെയും കിട്ടിയിരുന്നു. ഇത് രണ്ട്. അപ്പൊ അപ്പൊ കച്ചവടത്തിൽ ലാഭം ഉണ്ടായിരുന്നു, കൃഷിയിൽ ലാഭം വന്നു. അപ്പൊ ഈ ലാഭം മുഴുവൻ ഈ സിറോ മലബാർ ക്രൈസ്തവർ എവിടെ എടുത്തേക്ക് ഫിനാൻസ് വന്നു. അപ്പോഴാണ് ശക്തൻ തമ്പുരാൻ തുടങ്ങി വെച്ചൊരു പരിപാടി ഉണ്ട്, കുറിക്കമ്പനി. കാലത്തുണ്ട്. കാരണം തെളിവുകളുണ്ട് അതിന്. അത് ക്രൈസ്തവര് വ്യാപകമായിട്ട് തൃശ്ശൂര് തുടങ്ങാൻ തുടങ്ങി. തൃശ്ശൂര്, ഇരിഞ്ഞാലക്കുട ഒക്കെ തുടങ്ങാൻ തുടങ്ങി. ആണ് ഈ കുറിക്കമ്പനികളുടെ ഉത്ഭവം. തൃശ്ശൂർ എന്ന് പറയുന്നത്. ആ കുറിക്കമ്പനി തുടങ്ങുന്നതിന്, ക്രിസ്ത്യാനികൾ തുടങ്ങുന്നതിന് ഒരു കാരണമുണ്ട്. അവര് ചതിക്കില്ല എന്ന് ഉറപ്പുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ട്രസ്റ്റ്, ആ വിശ്വസ്തത. അല്ലാണ്ട് വെറുതെ ക്രിസ്ത്യാനികളുടെ അടുത്ത ആൾക്കാർ കാശ് കൊണ്ട് കൊടുത്തതല്ല. അതാണ് പിന്നീട് കുറിക്കമ്പനികളാണ് പിന്നീട് ബാങ്കുകളായിട്ട് മാറുന്നത്. അപ്പൊ നിങ്ങളൊന്ന് നോക്കി, കാത്തലിക് സിറിയൻ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കൊച്ചിൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, പാല സെൻട്രൽ ബാങ്ക്, കൊയിലോൺ ബാങ്ക്, അങ്ങനെ നൂറുകണക്കിന് ബാങ്കുകൾ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അതിലെ നെടുങ്ങാടി ബാങ്ക് ഉണ്ട്, ഇവിടെ ധനലക്ഷ്മി ബാങ്ക് ഉണ്ട്. അങ്ങനെ ഹൈന്ദവരും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ 90% ഈ സേവിങ്സ്, ഹൗസ് ഹോൾഡ് സേവിങ്സ് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വന്നു വീണത് ഈ കാത്തലിക് സിറിയൻ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക് എന്നീ സ്ഥാപനങ്ങളിലേക്കാണ്. അപ്പൊ ഇത് ഈ മിച്ചം സ്വാഭാവികമായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് കൊടുക്കണം, ക്യാപിറ്റലായിട്ട്. അപ്പോ കച്ചവടത്തിലെ സർപ്ലസ് കൃഷിയിലേക്കും, കൃഷിയിലെ സർപ്ലസ് ബാങ്കിലേക്കും വന്നപ്പോൾ അത് ഫിനാൻഷ്യൽ ക്യാപിറ്റലായി. അതാണ് പിന്നീട് ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റ്. ഇതില് പ്രഷർക്ക് മനസ്സിലാക്കാൻ വലിയൊരു കാര്യം ഇതാണ്. അതായത് നമ്മൾ ഇന്നത്തെ യുവതലമുറ പറഞ്ഞ് കൃഷിയിലേക്ക് പോകുന്നത് ഒരുപാട് പൈസ ഉള്ള ആൾക്കാർ നേരം കളയാൻ വേണ്ടി പോകുന്ന ഒരു കോൺസെപ്റ്റിലാണ് ഇന്നത്തെ ജനം ഇരിക്കുന്നത്. അതിൽ നിന്ന് മറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കേരളം വളർന്നതിന് പിന്നിൽ കൃഷിക്ക് വലിയ ഒരു റോളുണ്ട്. ആ കൃഷിയിൽ നിന്ന് വന്ന ആ ഒരു മുതൽ ക്യാപിറ്റൽ സർപ്ലസ് അത് വീണ്ടും കുറിയായും ബാങ്കിങ് ആയിട്ട് വന്നു. പിന്നെ ആ ക്യാപിറ്റല് ശരിക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലേക്ക് മാറുന്ന സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ മലബാർ സഭയ്ക്കുണ്ടായിരുന്ന ഈ സമ്പന്നത, അതായത് ഇതിലുണ്ടായിരുന്ന ആൾക്കാര് നമ്മൾ സമുദായമാണെന്ന് പറഞ്ഞു, ആത്മായരാണ്. അപ്പൊ ചാവറേച്ചൻ പറയാണ് എല്ലാ ഇടവകയുടെയും കൂടി ഇടവകാല് സ്കൂള് വേണം, പള്ളിക്കൂടം വേണം. അപ്പൊ ഈ പള്ളിക്കൂടം തുടങ്ങാനുള്ള കാശുകാരുടെ കൊടുത്തു. അയ്യോ, അത് നമുക്ക് തെറ്റിദ്ധാരണ ഇതൊക്കെ അച്ഛന്മാര് ഉണ്ടാക്കിയതാണ്. അച്ഛന്മാര് അതിന്റെ നേതൃത്വത്തിലുണ്ട്, അവര് ട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഭൂരിഭാഗം സ്കൂളുകളും അൽമായ നേതാക്കളാണ് തുടങ്ങിയിട്ടുള്ളത്. അവര് പിന്നീട് 1920 ആയപ്പോഴേക്കും
അവർക്ക് നടത്താൻ പറ്റാണ്ട് വന്നപ്പോ പലതും സഭേനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പൊ മണലൂര് എനിക്ക് പരിചയമുള്ള ഒരു ഫാമിലിക്ക് 2-3 സ്കൂളിന്റെ ബേസ് അവരാണ്. ഇപ്പൊ മണലൂർ ഗവൺമെന്റ് സ്കൂൾ, അത് തോപ്പിൽ എന്ന കുടുംബക്കാര് അവരുടെ സ്കൂള് സംഭാവന ചെയ്തിട്ടുള്ളതാണ്. അവരുടെ. ഇനി മണലൂര് ചർച്ചിന്റെ സെന്റ് ഇഗ്നേഷ്യസ് പള്ളി സ്കൂള്, അത് ഈ കുടുംബക്കാരുടെ വേറൊരു വിഭാഗം ആൾക്കാര് സംഭാവന ചെയ്തിട്ടുണ്ട്. അവിടെ വേറെ കുറെ കുടുംബക്കാർ കൂടിയിട്ടാണ്. ഇനി ചാവറയച്ചൻ ഇവിടെ എൽത്തുരുത്തിൽ വന്നപ്പോ ഒരു കുടുംബക്കാരന്റെ സ്വത്ത് 3 തിരിച്ച് 1/3 അവിടെ കൊടുത്ത് അവിടെ താമസാക്കിയിട്ടുണ്ട്. ഇനി ഞാനൊരിക്കൽ ആനി തയ്യലിന്റെ കുടുംബക്കാരായിട്ട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞത് തയ്യൽ കുടുംബക്കാരാണ് അവിടുത്തെ മാന്നാനത്തെ പല സ്ഥലങ്ങളും കൊടുത്തിട്ടുള്ളതാണ്, ആ സ്ഥലമാണ്. അപ്പൊ അങ്ങനെ കേരളത്തിൽ നിങ്ങൾ പരിശോധിച്ചാല് സീറോ മലബാർ സഭയുടെ കയ്യിലുള്ള സ്ഥലങ്ങൾ, ആസ്തികളുടെ 90% ബ്രിട്ടീഷുകാരോ രാജാക്കന്മാരോ തന്നതല്ല, ഇവിടുത്തെ അൽമായ സമുദായ നേതാക്കള് കൊടുത്തതാണ്. അത് അക്നോളജ് ചെയ്യാനായിട്ട് സഭാ നേതൃത്വത്തിന് പറ്റാതാകുമ്പോഴാണ് ഇതിന്റെ ഉറവിടം ബ്രിട്ടീഷുകാരാണെന്ന് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കണെന്നാണ് ഞാൻ ഈ പറയുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു ബോധ്യമാണ്. ഇവിടുത്തെ ഈ സഭാ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഒരു പരിധി വരെ ഇവിടുത്തെ ജനങ്ങളാൽ ഉണ്ടാക്കി കൊടുത്തുള്ള സംവിധാനങ്ങളാണ്. അതും സമുദായ നേതാക്കളാണ് അതിന്റെ പറയുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ ലൂർദ് പള്ളിയുടെ കയ്യിൽ കാത്തലിക് ബാങ്കിന്റെ ഒരു വലിയൊരു ഓഹരി ഉണ്ടായിരുന്നു. അത് അവര് സംഭാവനയായിട്ട് കൊടുത്തിട്ടുള്ളതാണ്, അല്ലാണ്ട് പള്ളിയുടെ കാശെടുത്ത് വാങ്ങിച്ചിട്ടുള്ളതല്ലാന്ന്. അപ്പൊ ഇതാണ്. അപ്പൊ അങ്ങനെ ഈ സമൂഹത്തെ ബിൽഡപ്പ് ചെയ്തെടുക്കുന്നതിൽ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം കേരള സമൂഹത്തെ മുഴുവൻ ഉണ്ടാക്കിയത് ക്രിസ്ത്യാനികളാണെന്ന് അവകാശപ്പെടാൻ പാടില്ല. കാരണം ഇങ്ങനെ ഒരു റോള് അവർ ചെയ്തിട്ടുണ്ട്. ഇനി ചില വ്യവസായങ്ങളുടെ പേര് ഞാൻ പറയാം. ടൈൽ ഇൻഡസ്ട്രി, കാനിങ് ഇൻഡസ്ട്രി, കാഷ്യൂ ഇൻഡസ്ട്രി, കയർ ഇൻഡസ്ട്രി, ഫർണിച്ചർ ഇൻഡസ്ട്രി, ഇതിലൊക്കെ നിർണായകമായ ഈ സമുദായത്തിനുണ്ട്. പിന്നെ ഈ ലാറ്റിൻ സമുദായമാണ് അവര് കശുവണ്ടിയുടെ അതിന്റെയൊക്കെ ഹിസ്റ്ററി പഠിച്ചു നോക്കണം നമ്മൾ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്, സമുദായം എങ്ങനെ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു എന്താണ് സമുദായം, എങ്ങനെയാണ് സമുദായ സഭയെ വളർത്തിയത്. ഇന്ന് ഞാൻ പറയുന്നത് എങ്ങനെയാണ് സമുദായം സമൂഹത്തെ വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചത്, രാജാക്കന്മാർ എന്തുകൊണ്ടാണ് നമ്മളെ വളരെ മാന്യന്മാരായിട്ട് കണക്കാക്കിയിരുന്നത്. ഇനി ഈ സമുദായം എങ്ങനെയാണ് ഒരു കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടനയുടെ രൂപത്തിലേക്ക് വന്നത് എന്ന് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലായി. സഭ അംഗങ്ങൾ അൽമായർ എങ്ങനെയാണ് ഇത്രയും സാമ്പത്തികമായി വളർന്നതിന് പിന്നിൽ കൃഷിയിലൂടെയും അതുപോലെ തന്നെ ബാങ്കിങ്ങിലൂടെയും അതുപോലെ തന്നെ വ്യവസായത്തിലൂടെയും അത് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഒത്തിരി വളർന്നതിന്റെ പിന്നിൽ സമുദായങ്ങളുടെ വലിയ റോളുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലായി. എന്തായാലും ഒത്തിരി നന്ദിയുണ്ട് സാർ, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചതിൽ. ഇനി നമ്മൾ അടുത്ത ഒരു എപ്പിസോഡിൽ എങ്ങനെയാണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിലൂടെ രാഷ്ട്രീയ മേഖലകളിൽ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, അതെങ്ങനെയാണ് രാഷ്ട്ര പുനർനിർമ്മാണത്തിന് അതിന്റെ റോൾ എന്താണെന്നതിനെ കുറിച്ചെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയും നേരം ഞങ്ങൾ കേട്ട മാന്യ പ്രേക്ഷകർക്കെല്ലാം നന്ദി, നമസ്കാരം.